ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരാണെന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഈ പാട്ട് ഒരു വലിയ ഒരു ചരിത്രമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പെരുന്നാൾ വന്നു. അങ്ങനെ പെരുന്നാൾ ജുമാ കഴിഞ്ഞ് വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ മഹദിയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയതമേ, നിൻ്റെ അടുത്ത് 4 അണ എടുക്കാനുണ്ടോ? എന്തിനാണെന്ന് ചോദിച്ചു. എനിക്ക് ഇന്ന് പെരുന്നാളല്ലേ, എനിക്ക് കുറച്ച് മുന്തിരി കഴിക്കാൻ വല്ലാത്ത താല്പര്യമുണ്ട് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഫാത്തിമയോട് പറഞ്ഞപ്പോൾ ഫാത്തിമ അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ടവരെ, അങ്ങ് ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് അമീറായിട്ട് ഒരു 4 അണക്ക് പോലും വകയില്ല എന്നാണോ? ഇത് കേട്ടപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, അറിയാം, ഞാൻ ഈ രാജ്യത്തിൻ്റെ അമീറാണ്, ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അധികാരിയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് സ്വർണ്ണ നാണയങ്ങളുണ്ട്, വെള്ളിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റേതായിട്ട് ഒന്നുമില്ല. ഇത് ഒരു പെരുന്നാൾ ദിവസത്തിലാണ് സംഭവിച്ചത്, നടന്ന സംഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ പെരുന്നാളാണല്ലോ. നമ്മളെല്ലാവരും നേരത്തെ വസ്ത്രങ്ങളൊക്കെ മേടിച്ചു, കടം മേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. എന്നാലും നമ്മൾ ഒന്നിനും കുറവ് വരുത്താതെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഭക്ഷണമാണെങ്കിലോ അതും സുഭിക്ഷം. ഈ പെരുന്നാളുകളെല്ലാം ഈ രൂപത്തിൽ നമ്മൾ വരവേൽക്കുമ്പോഴും നമ്മൾ ആഘോഷിക്കുമ്പോഴും ഈ പാട്ട് നൽകുന്ന ഈ സന്ദേശം, അതുപോലെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭാര്യയുടെയും അനുഭവങ്ങളൊക്കെ ഓർക്കാൻ കൂടിയുള്ള വേളകളാണ് ഇത്തരം ദിവസങ്ങൾ.